ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എന്തായി വിശേഷം? അപ്പോൾ ഇന്നൊരു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. റമദാൻ 1 നോമ്പ് കാഴ്ചകളാണ് കാണുന്നത്. അതിൻ്റെ അമ്മ ഹോസ്പിറ്റൽ പാക്കിംഗ് ആണ് അത് തന്നെ കാണിക്കുന്നത്. ഹോസ്പിറ്റലിൽ പോകേണ്ട സാഹചര്യം ഉണ്ടായതുകൊണ്ട് അതിലേക്ക് ഡ്രസ്സെല്ലാം ഐറ്റംസ് വെച്ചിട്ടുണ്ട്. കുറച്ച് ദിവസം അവിടെ നിൽക്കണം ഹോസ്പിറ്റലിലേക്ക്. അതിനാവശ്യമായിട്ടുള്ള ഡ്രസ്സും തുണികളും മെഡിസിൻ ഐറ്റംസ് എല്ലാമാണ് ബാഗിൽ പാക്ക് ചെയ്യുന്നത്. അതാണ് നിങ്ങൾ കാണുന്നത്. മാക്സി എല്ലാമാണ് വെക്കുന്നത്. പിന്നെ ടവല്, തുണി ഐറ്റംസ്. അപ്പോൾ തന്നെ കാര്യം കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അത് അടുത്ത വീഡിയോയിലാണ് നിങ്ങളോട് പങ്കുവെക്കുന്നത്. അപ്പം എല്ലാ ബാഗിൽ സെറ്റാക്കി വെക്കുകയാണ്. അപ്പം നമ്മളെ ബാഗ് റെഡി ആയിട്ടുണ്ട്. ഇനി ഹോസ്പിറ്റൽ സോപ്പ് അങ്ങനത്തെ ഐറ്റംസ് എല്ലാമാണ് വെക്കുന്നത്. സോപ്പ്, ഡെറ്റോള്, ഡിറ്റർജൻറ്റ് പൗഡർ, എണ്ണ ഐറ്റംസാണ് ഒരു കൊട്ടയിലേക്ക് വെച്ചു. പിന്നെ ഹോസ്പിറ്റലിൻ്റെ റെക്കോർഡ്സും വെച്ചിട്ടുണ്ട്. റിപ്പോർട്ടും എല്ലാം ആയിട്ടുള്ള ബുക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ അവിടുന്ന് കഴിക്കാനെല്ലാം വേണ്ട പ്ലേറ്റ്സും ഗ്ലാസും കറിയെല്ലാം വിളമ്പാനുള്ള പാത്രങ്ങളാണ് എടുത്ത് വെക്കുന്നത്. പിന്നെ ഫ്ലാസ്കും ഉണ്ട് ചായ ഒഴിച്ച് വെക്കാൻ. അപ്പം ഇതൊരു കൊട്ടയിലേക്കാണ് ആക്കുന്നത്. അപ്പം ഇത്രയാണ് നമ്മളെ ബാക്ക് പാക്കിങ്ങും ഐറ്റമും. അപ്പോൾ നമ്മളെ ഇന്നത്തെ നോമ്പ് തുറ ഹോസ്പിറ്റലിൽ വെച്ചാണ്. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്ന കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്. മൻസൂർ ഹോസ്പിറ്റലാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ കണ്ടുവരാം. ഇപ്പം നമുക്ക് പോകേണ്ടത് 3rd ഫ്ലോറിലാണ് പോകേണ്ടത്. അവിടെയാണ് അഡ്മിറ്റ് ആക്കിയിട്ടുള്ളത്. അങ്ങനെ നോക്കിയിട്ടെല്ലാം ആയിട്ട് അവൻ ക്ഷീണമായിട്ട് ഇങ്ങനെയെല്ലാം കയറുകയാണ്. ഇതാണ് അഡ്മിറ്റ് ആക്കിയ വഴി നമ്മൾ പോകുന്നത്. ഇതാണ് റൂം അഡ്മിറ്റ് ആക്കിയ. നമ്മളെ അഡ്മിറ്റാക്കിയ റൂമിൻ്റെ സൈഡിൽ തന്നെയാണ് ബാൽക്കണി. പുറത്തേക്കുള്ള വ്യൂ ആണ്. അപ്പം ആലിക്കുട്ടി ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. അലിയും ഉണ്ടായിരുന്നു, അനിയനുണ്ടായിരുന്നു, അനിയത്തിയും ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഫ്രൂട്ടി വാങ്ങാൻ, നോമ്പ് തുറക്കാനായിട്ട് ജ്യൂസും ഫ്രൂട്ടി അങ്ങനത്തെ ഐറ്റംസ്, പിള്ളേർക്ക് ഫ്രൂട്ടിയും എല്ലാവർക്കെല്ലാം കുടിക്കാൻ ജ്യൂസും വാങ്ങാൻ വേണ്ടിയിട്ട് ക്യാൻറ്റീനിലേക്ക് പോയാണ്. അപ്പോൾ ക്യാൻറ്റീനിൽ ഫ്രൂട്ടി ഇല്ലായിരുന്നതുകൊണ്ട് പുറത്ത് പോയിട്ടാണ് വാങ്ങുന്നത്. ക്യാൻറ്റീനിൽ അപ്പങ്ങളെല്ലാം ഉണ്ടായിരുന്നു, അതെല്ലാം വാങ്ങി. അങ്ങനെ നേരെ പോയിട്ട് ഫ്രൂട്ടി എല്ലാം വാങ്ങി കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. നോമ്പ് തുറക്കാൻ സമയമായിരുന്നു, അതുകൊണ്ട് ബിയപ്പാച്ചലും പുളിയോണാണ്. ബിയപ്പാഞ്ഞിട്ട് മീറ്റാണ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ കുടിക്കാൻ വെള്ളം ഉണ്ടായിരുന്നില്ല. നോമ്പ് തുറക്കാൻ വേണ്ടി വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്തെ സൈഡിലേ പോവുകയാണ്. അവിടെ പ്യൂരിഫയറിൽ വെള്ളമുണ്ട്. അങ്ങനെ വെള്ളം എടുത്തു. അപ്പോൾ വന്നതിന് ശേഷം ഉമ്മ അവിടുന്ന് അപ്പം എല്ലാം പാത്രത്തിലേക്ക് ആക്കുകയാണ്. മുട്ടപ്പവും കായ്പോളിയും
ഉള്ളി ബജി എല്ലാം. പിന്നെ ഫ്രൂട്ട്സ് എല്ലാം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫ്രൂട്ട്സ് എല്ലാം ആക്കി. സമൂസ ഉണ്ടായിരുന്നു. എന്നിട്ട് എല്ലാ പാത്രത്തിലൊക്കെ ആക്കി മാറ്റിയതാണ്. പിന്നെ കുടിക്കാൻ ഓറഞ്ച് ജ്യൂസാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ചായ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയാണ് നമ്മ ഇന്നത്തെ നോമ്പിൻ്റെ വിശേഷം. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നവരേക്കും ബായ്. ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും. റമദാൻ മുബാരക്.